ഇന്ന് നമ്മൾ ഒരു റിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മുടെ 18 ഗേജ് ചുറ്റി കൊടുക്കണം. ഈ കാണുന്ന പോലെയൊക്കെ മതിയേ. അതിന്റെ രണ്ടറ്റവും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റോൺ വെക്കാനുള്ള പ്ലേസ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റോണിന്റെ അളവിനനുസരിച്ചുള്ള ഒരു ബാസ്ക്കറ്റ് പോലെ വേണം അത് സെറ്റ് ആക്കാൻ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോണിന് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ബാസ്ക്കറ്റ് വേണം കേട്ടോ സെറ്റ് ആക്കി കൊടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇടാം കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഇടുമ്പോഴും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടേ. അപ്പൊ ഈ ഒരു കല്ല് കണ്ടോ, ഇതെനിക്ക് കുറേ നാൾ മുമ്പ് ഒരു 10 രൂപയുടെ മോതിരം മേടിച്ചപ്പോൾ കിട്ടിയതാണ്. കല്ലൊക്കെ അപ്പം തന്നെ ഇളകി പോന്നു, പക്ഷെ കല്ലിന്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് എനിക്കത് കളയാൻ തോന്നില്ല കേട്ടോ. ഇനി ഡയമണ്ട് എങ്ങാനും ആണോ, ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഈ സ്റ്റോൺ കാണുമ്പോഴൊക്കെ വിചാരിക്കും കേട്ടോ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ റിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഡയമണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന രണ്ടാമത്തെ കല്ല് ഏതാണെന്ന് മനസ്സിലായോ? അത് തന്നെ ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ ഒന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അത് അതിന്റെ ബാസ്ക്കറ്റ് ഒക്കെ കളഞ്ഞിട്ടെടുത്തതാണ്. ഈ ഒരു 18 ഗേജ് കൊണ്ടും 2 സ്റ്റോൺ കൊണ്ടും മാത്രമാണ് കേട്ടോ ഞാൻ ഈ റിങ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് പറയണം കേട്ടോ. ഇനിയും ഇങ്ങനത്തെ റിങ്സ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. പിന്നെ ഇതൊരു അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാവേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചില്ലറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ചില്ലറെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ ഒന്നും മറക്കണ്ട കേട്ടോ.